മാരേജിന് മുൻപും മാരേജിന് ശേഷവും ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ലൈഫ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും പലരും വീട്ടുകാർ പറയുന്നത് മാരേജിന് ശേഷം വലിയ പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അവരുടെ അടുത്ത് പരാതി പറയാണ്. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ അടുത്തൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വളരെ നോർമലാണ്. അവരിതിനെ നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കും. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ചെറിയ രീതിയിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളതൊക്കെ കണ്ടറിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് സഹിച്ചാലും ക്ഷമിച്ചാലും ആണ് റിലേഷൻഷിപ്പിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ള ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് പലരിടത്തു നിന്നും കിട്ടും. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എപ്പോഴാണ് ഇതൊരു അത്രയ്ക്കും ഇങ്ങോട്ട് നോർമൽ അല്ല, അല്ലെങ്കിൽ ഇതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് എന്ന് എപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങേണ്ടത്? അത് എങ്ങനെയായിരിക്കും അവർക്കത് മനസ്സിലാവുക? ഇപ്പോൾ ആരും തന്നെയും ഇതുപോലെ ഒരുപാട് പ്രാവശ്യം കല്യാണം കഴിച്ച് നോക്കിയിട്ടല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഒരു നോർമലായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ അവർക്ക് വേണം. ഇപ്പോൾ തൻ്റെ വീട്ടിലും പാരൻസ് വലിയ രീതിയിൽ അടിവഴക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിക്ക് അറിയില്ല എന്താണ് ഒരു യഥാർത്ഥത്തിൽ റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ അവർക്ക് അറിയാനേ പറ്റുന്നുണ്ടാവില്ല. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഏതൊരു റിലേഷൻഷിപ്പിലായാലും തീർച്ചയായിട്ടും നമുക്ക് അവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, ചോയ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ അവരത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അവിടെ എഗ്രിമെൻ്റ് ആണോ ഡിസഗ്രിമെൻ്റ് ആണോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിരിക്കും, പക്ഷേ അവിടെ എപ്പോഴും ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. എൻ്റെ ഇഷ്ടം പോലെ തന്നെയാണ് അവർക്ക് അവരുടെ ഇഷ്ടവും എന്നുള്ള ഒരു മനസ്സിലാക്കൽ പരസ്പരം ഉണ്ടായിരിക്കും. എപ്പം മുതലാണോ നിങ്ങൾക്ക് സമാധാനം എന്നത് നഷ്ടപ്പെടുന്നത്, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നത്, എനർജി വളരെയധികം ഓരോ നാൾ കഴിയും തോറും വളരെ കുറഞ്ഞു വരുന്നതായിട്ടും, അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളൊരു ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുക, സെൽഫ് വർത്ത് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ ചോയ്സിൽ മാരേജ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ചോയ്സിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാർട്ട്ണറെ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനോ എവിടേക്കെങ്കിലും പോവാനോ എനിക്കിതാണ് ഇഷ്ടമെന്ന് പറയാനോ, ഒരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് പോലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന പോലെ, എന്ത് ചോദിച്ചാലും എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുക. നിങ്ങൾ മാത്രമാണ് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് എപ്പോഴും സോറി പറഞ്ഞിട്ട് അവരുടെ പിറകെ നടന്നിട്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോറി ആവശ്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവരുടെ പിറകെ നടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരവസ്ഥ വരിക. നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തുറന്ന് പറയാൻ പറ്റാതാവുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണറുടെ ഇഷ്ടത്തിന് മാത്രം തൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പം ഞാനൊന്ന് കരഞ്ഞാൽ പോലും അവർക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടമാവില്ല എന്ന് കരുതിക്കൊണ്ട് വെറുതെ സന്തോഷം കാണിക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പഠിച്ച വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവരതിന് തടസ്സം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നിരന്തരം തെറ്റും കുറ്റങ്ങളും പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അവരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ പോവുകയുള്ളൂ എന്നൊരു ധാരണ നിങ്ങളിലേക്ക് അവരെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായോ? ഇനി ഇതിൻ്റെ സൈക്കോളജിക്കൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ടായിരിക്കും, ഇമോഷണൽ മാനിപ്പുലേഷൻ ഉണ്ടായിരിക്കും. നിങ്ങളൊരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് പതുക്കെ മാറുകയും, എന്ന് വെച്ചാൽ ഒരു ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ഇങ്ങനെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഓൾവേസ് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും. എന്ത് ചെയ്യണം, പ്രശ്നമാണെന്ന് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാൽ അവർ വിഷമിക്കുകയോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അന്നൊക്കെ ഇവർ നന്നായിരുന്നല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൊമെൻറ്റ്സിൽ
ഇവര് നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരിക്കും, സ്നേഹം കാണിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അവരുടെ കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയിട്ടും. അപ്പോൾ അത്തരം ഓർമ്മകളിൽ ജീവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് ശരിയാവും എന്നുള്ള ഒരു വലിയ ഒരു പ്രതീക്ഷയുടെ പുറത്ത് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയാണത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഇങ്ങനൊരു പ്രശ്നത്തിലാണ് എന്ന് ഞാൻ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഓർക്കുക. വളരെ കാമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം, നിങ്ങൾ മാത്രം ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സാഹചര്യം, നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവരുടെ ഫേസ്, നിങ്ങളുടെ പാർട്ട്ണറുടെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്ത് ഇമോഷനാണ് തോന്നുന്നത് എന്നൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ അവരോട് കൂടി ചേർന്നിരിക്കുന്ന മൊമെൻറ്റ്സിൽ നിങ്ങൾ നിങ്ങളെ ബോഡി ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്താണ് തൻ്റെ ബോഡിയിൽ ഫീൽ ചെയ്യുന്നത്? പെയിൻ ആണോ? ഞാൻ ആങ്ഷ്യസ് ആയി പോവുകയാണോ? അല്ലെങ്കിൽ വല്ലാത്തൊരു ഡിസ്കംഫർട്ടാണോ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള എന്താ നിങ്ങളുടെ തന്നെ ബോഡി നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടും. ഇനി എപ്പോഴാണ് നിങ്ങളൊരു ഹെൽപ്പ് എടുക്കേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. മേ ബി നിങ്ങളുടെ തന്നെ പല തെറ്റിദ്ധാരണകളും കൊണ്ടായിരിക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, നിങ്ങൾ എന്തായിരുന്നു എക്സ്പെക്ട് ചെയ്തത്, എന്തായിരുന്നു നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പലരും അതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അപ്പോൾ എന്താണ് ആക്ച്വലി ഉണ്ടാകുന്നത്, താൻ എന്ത് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് തൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയാൻ ട്രൈ ചെയ്യുക എന്നതാണ് അത് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പലപ്പോഴായിട്ടും നിങ്ങളത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ അപ്പോഴൊക്കെ തന്നെയും അവസാനം എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ തന്നെയാണ് പ്രശ്നക്കാർ, അല്ലെങ്കിൽ അങ്ങനെയൊന്ന് പറയാൻ പോലുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല, നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ തന്നെയും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് എക്സ്പെർട്ടിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സേഫ്റ്റി എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി ഒരു സിറ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ സൈക്കോളജിസ്റ്റിന് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.